ಮೇಲೆ ದೇವರ ಪ್ರವಚನಗಳನ್ನು ಹರಿತಾ ಇದೆ. സങ്കീർത്തനങ്ങൾ 126 വായിക്കുക. ಕೀರ್ತನೆ 126 1ನೇ ವಾಕ್ಯ. ആ ആ ആ ആ ആ വായിച്ചു, മലയാളത്തിനും കൂടെ വായിച്ചു. ആ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ಯೆಹೋವ ಸಿಯೋನ್ ಪ್ರವಾಸಿಗಳನ್ನು ಕರ್ಕೊಂಡು ಬರುವಾಗ ನಾವು ಕನಸು ಕಾಣುವವರಂತೆ ಆಗಿದ್ವಿ. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ದೇವರಾತ್ಮನು ನಿನ್ನೊಟ್ಟಿಗೆ ಮಾತನಾಡ್ತಾ ಇದೆ. സ്വപ്നം കാണുന്നത് പോലെ ഒരു വിടുതൽ, ಒಂದು ಕನಸು ಕಾಣುವಂತೆ ಒಂದು ಬಿಡುಗಡೆ. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ನಿನಗೆ ನಂಬಕ್ಕಾಗ್ತಿರುವ ಕೆಲವು ವಿಷಯಗಳು ദൈവം നിന്റെ ലൈഫിനകത്ത് തരുമെന്ന് പറഞ്ഞാൽ ದೇವರು ನಿನ್ನ ಜೀವನದ ಒಳಗಡೆ ಬರುತ್ತೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. എത്ര പേര് ആ ദൂതനെ ആമേൻ പറഞ്ഞു സ്വീകരിക്കും? ಎಷ್ಟು ಜನ ಆ ದೂತನು ಆಮೇನ್ ಅಂತ ಹೇಳಿ ಸ್ವೀಕರಿಸ್ತೀರಾ? ഈ സ്വപ്നം കാണുന്നത് പോലെ ഒരു വിടുതൽ വ്യാപരിക്കാൻ ನೀನು പോകുക. ಕನಸು ಕಾಣುವಂತೆ ಒಂದು ಬಿಡುಗಡೆ ನಡೆಯಕ್ಕೆ ಹೋಗ್ತಿದೆ. ഒരു ഡ്രീം ആണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തത് പോലെ ಇದು ಕನಸ ಅಲ್ವಾ ಅಂತ ಕೂಡ ನಮ್ಗೆ ತಿಳ್ಕೊಳಕ್ ಆಗದಿರುವ ರೀತಿಯಲ್ಲಿ കർത്താവ് നിങ്ങളുടെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ಕರ್ತನು ನಿಮ್ಮ ಅವಸ್ಥೆಗಳನ್ನು ಬದಲಾಯಿಸಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ഞങ്ങൾ പലപ്പോഴും ശ്രമിച്ചു, ನಾವು ಹಲವಾರು ಸತಿ ಪ್ರಯತ್ನ ಪಟ್ವಿ, പക്ഷെ നടക്കുന്നില്ല. ಆದ್ರೆ ನಡೀತಾ ಇಲ್ಲ. ഒരുപാട് പ്രാർത്ഥിച്ചു, ತುಂಬಾ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ವಿ, ഒരുപാട് ഉപവസിച്ചു, ತುಂಬಾ ಉಪವಾಸ ತಗೊಂಡಿದೀವಿ, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ಆದ್ರೆ ಏನು ನಡೀತಾ ಇಲ್ಲ. പക്ഷെ this is God's time. ಇದು ದೇವರ ഇത് ಸಮಯವಾಗಿದೆ. ദൈവത്തിന്റെ ಇದು സമയമാകയാൽ ದೇವರ ಸಮಯವಾಗಿದೆ. ഈ സ്വപ്നം കാണുന്നത് പോലെ ನೀನು ಕನಸು ಕಾಣುವಂತೆ നിന്റെ പരിശ്രമങ്ങൾക്കപ്പുറത്ത് ನಿನ್ನ ಪರಿಶ್ರಮಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. ದೇವರು ಮಾಡಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തുകയാണ്. ಸಿಯೋನ್ ಪ್ರವಾಸಿಗಳನ್ನು ವಾಪಸ್ ಕರ್ಕೊಂಡ್ ಬರ್ತಿದ್ದಾರೆ. ആമേൻ. ഒരു കൂട്ടം ജനം പ്രവാസത്തിലേക്ക് പോയി. ಒಂದು ಗುಂಪು ಜನ ಪ್ರವಾಸಕ್ಕೆ ಹೋದ್ರು. ബാബിലോണി അടിമത്തത്തിൽ പോയി കിടക്കുക. ಬ್ಯಾಬಿಲೋನ್ನ ಗುಲಾಮತದಲ್ಲಿ ಹೋಗಿ ಇದ್ದಾರೆ. ജീവിതം തകർന്നു കിടക്കുക. ಜೀವನ ಹೊಡೆದೋಗಿದೆ. നന്മകൾ അപഹരിക്കപ്പെട്ട് കിടക്കുക. ಒಳ್ಳೆತನವೆಲ್ಲ ಕದಿಯಲ್ಪಟ್ಟಿದೆ. നിരാശയ്ക്കകത്ത് ജീവിക്കുക. ನಿರಾಸೆ ಒಳಗಡೆ ವಾಸವಾಗ್ತಿದ್ದಾರೆ. പക്ഷെ ദൈവം അവരെ പുറത്തെടുക്കാൻ ആരംഭിച്ചു. ಆದ್ರೆ ದೇವರು ಅವರನ್ನು ಹೊರಗಡೆಗೆ ತೆಗೆಯೋಕೆ ಶುರು ಮಾಡಿದ್ರು. ദൈവം അവന്റെ പ്രവാസം മാറ്റുകയാണ്. ದೇವರು ಆತನ ಪ್ರವಾಸವನ್ನು ಬದಲಾಯಿಸ್ತಾ ಇದ್ದಾರೆ. ആരാണ് സിയോൻ? ಯಾರಾಗಿದೆ ಸಿಯೋನ್? ദൈവത്തിന്റെ ജനമാണ് സിയോൻ. ಸಿಯೋನ್ ದೇವರ ಜನರಾಗಿದ್ದಾರೆ. അർത്ഥം നിങ്ങളാണ് സിയോൻ. ನೀವಾಗಿದ್ದೀರಾ ಸಿಯೋನ್. പ്രവാസത്തിൽ നിന്നും ಪ್ರವಾಸದಿಂದ ജനത്തെ പുറത്തെടുക്കുകയാണ് ദൈവം. ಜನಗಳನ್ನು ಹೊರಗಡೆಗೆ ತೆಗೆದಿದ್ದಾರೆ ದೇವರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പലർക്കും ജീവിതത്തിന്റെ പ്രവാസമാണ്. ಹಲವಾರು ಜನರಿಗೆ ಜೀವನದ ಪ್ರವಾಸವಾಗಿದೆ. യഥാർത്ഥമായ ലൈഫിനകത്തോട്ട് വരാൻ പറ്റുന്നില്ല. ಯಥಾರ್ಥವಾಗಿರುವ ಜೀವನದ ಒಳಗಡೆಗೆ ಬರೋಕಾಗ್ತಾ ಇಲ್ಲ. പ്രവാസത്തിൽ പോയ ജനത്തിന്റെ പ്രത്യേകത, ಪ್ರವಾಸಕ್ಕೆ ಹೋಗಿರುವ ಜನದ ಪ್ರತ್ಯೇಕತೆ, അവരുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു. ಅವರ ಆಸ್ತಿಗಳೆಲ್ಲ ಕದಿಯಲ್ಪಡ್ತು. അവരുടെ ആരോഗ്യം അപഹരിക്കപ്പെട്ടു. ಅವರ ಆರೋಗ್ಯವು ಕದಿಯಲ್ಪಡ್ತು. അവരുടെ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെട്ടു. ಅವರ ಸ್ವಾತಂತ್ರ್ಯವು ಕದಿಯಲ್ಪಡ್ತು. അവരുടെ കുടുംബം അപഹരിക്കപ്പെട്ടു. ಅವರ ಕುಟುಂಬವು ಕದಿಯಲ್ಪಡ್ತು. തലമുറകൾ അപഹരിക്കപ്പെട്ടു. ತಲೆಮಾರುಗಳು ಕೂಡ ತೆಗೆಯಲ್ಪಡ್ತು. ഒരു അനാഥരെ പോലെ, ಅನಾಥರಂತೆ, അടിമകളെ പോലെ ಗುಲಾಮರಂತೆ അവൾ ബാബിലോണിൽ കിടക്കുക. ಅವರು ಬ್ಯಾಬಿಲೋನಲ್ಲಿ ಇದ್ದಾರೆ. പക്ഷെ ദൈവം അവരെ വിടുവിക്കാൻ തീരുമാനിക്കുകയാണ്. ದೇವರು ಅವರಿಗೆ ಬಿಡುಗಡೆಯನ್ನು ಕೊಡೋಕೆ ತೀರ್ಮಾನ ಮಾಡ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നു നിങ്ങളോട്. ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಆತ್ಮನಲ್ಲಿ ಪ್ರವಚನೆ ಮಾಡ್ತಿದ್ದೀನಿ. ചിലതിന്റെ കഷ്ടതകൾക്കകത്തു നിന്നു ಕೆಲವರ ಕಷ್ಟದ ಒಳಗಡೆಯಿಂದ ദൈവം പുറത്തെടുക്കുന്ന ദിവസങ്ങളാണ്. ದೇವರು ಹೊರಗಡೆಗೆ ತೆಗೆಯುವ ದಿನಗಳಾಗಿದೆ.